ഹലോ, ഇന്ന് രാവിലെ തന്നെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. ഇന്ന് സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു പാർട്ടി ഉണ്ട്. അപ്പോൾ ഉച്ചവരെ ഇന്ന് സ്കൂളിലായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഈ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലാണ് സമയത്ത് മടിച്ചിരുന്ന് എന്താ പറയുക, ഫോണിൽ നോക്കിയിരുന്ന് അങ്ങനെ നിൽക്കുന്ന സമയമാണ്. പക്ഷേ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാനുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ജോലിയൊക്കെ തീർത്ത് ഇറങ്ങി പുറപ്പെടും. അതേപോലെ തന്നെ ഇപ്പോൾ ഇന്ന് 10:30 സ്കൂളിലെത്തണം. അപ്പോൾ 10:10 സമയം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഉച്ചക്കത്തെ പാർട്ടി ഉണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് സ്കൂളിലെത്തിയിട്ടോ. എന്നാ കണ്ടില്ലേ, അതാണ് സ്കൂൾ. പക്ഷെ ആരും വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഞാൻ മാത്രമേ എന്ന് തോന്നുന്നുണ്ട് നേരത്തെ വന്നത്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അവിടെ നിന്ന് എത്ര മിനിറ്റ് ഉണ്ട്? 10 മിനിറ്റ് എന്തായാലും ഉണ്ട്. അവിടെ ആരോ വന്നിട്ടുണ്ട്, മാഷാരോ വന്നിട്ടുണ്ട്. ഹലോ, ഇന്ന് സ്കൂളിലാണ്. സ്കൂളിൻ്റെ കൂടെ ഇന്നൊരാൾ കൂടി ഉണ്ട് കേട്ടോ. കാരണം അന്ന് നമ്മൾ ഒരു കവിത ചൊല്ലിയിരുന്നില്ലേ, ആ കവിത യൂട്യൂബിലൊക്കെ 1 ലക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം, ഒരുപാട് കമൻസും ലൈക്കൊക്കെ വന്നപ്പോൾ പിന്നെ ആകെ ഹാപ്പിയാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര 2 വരെയുള്ള കവിത എത്ര മാത്രമൊക്കെ പിന്നെ എല്ലാവരും ഏറ്റെടുക്കുന്നു കരുതിയിരുന്നോ ന്യൂട്ടി? ഇല്ലേ? അപ്പോൾ ഞാൻ പെട്ടെന്ന് അവൻ എഴുതിയ കവിതയാണ് അത്. എന്താ പറയുക, അവന് കമൻസും ലൈക്കൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം. എന്താ എക്സ്പീരിയൻസ് പറഞ്ഞാൽ എന്താ സന്തോഷം തോന്നിയോ? എങ്ങനെ സന്തോഷം തോന്നി? ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഇത്രയൊക്കെ ആളുകൾ കമൻസൊക്കെ അറിയിച്ചപ്പോൾ എന്താ മനസ്സിൽ തോന്നി? ഇനി കവിത എഴുതാൻ തോന്നിയോ? അപ്പോൾ അവൻ എഴുതിയ കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു പ്ലാൻ ചെയ്തിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുറേ സമയം ഇരുന്നിട്ടോ എഴുതിയ കവിതയൊന്നുമല്ല, പെട്ടെന്ന് എഴുതിയ കവിതയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കവിതകൾ എഴുതാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. കവിതകൾ എഴുതണം കേട്ടോ, ഇനിയും നല്ലൊരു കവിയായിട്ട് മാറണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ എടുത്തേ. പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ന്യൂട്ടിനെ പിന്നെയും കണ്ടു. ന്യൂട്ടിയെ കവിതയൊക്കെ നല്ല വൈറലായി കണ്ടോ. എല്ലാവരും കമൻസൊക്കെ അറിയിക്കുന്നുണ്ട്. ഇനി എന്താ അവിടെയൊക്കെ പറയാനുള്ളത്? എന്താ എനിക്ക് താങ്ക് യു മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു മാത്രമല്ലേ? കമൻസൊക്കെ വായിച്ചപ്പോൾ എന്താ തോന്നിയേ? നല്ല സന്തോഷമായോ? അപ്പോൾ ഇനി ഒരുപാട് കവിതകൾ എഴുതണം കേട്ടോ. എഴുതൂലേ? ആ കവിത ഞാൻ 2 വരി എഴുതിയിട്ടുള്ളൂ. പക്ഷേ ആകല്ലേ, പക്ഷെ 2 വരി എനിക്ക് എങ്ങനെ കിട്ടിയത്? ഈ എങ്ങനെ ആലോചിച്ചുണ്ടാക്കിയ കവിത? ചിന്തിച്ച എങ്ങനെയായി? കാരണം ഞാൻ ഇവിടെ എല്ലാം നോക്കി. അപ്പൊ ഇവിടെ കുറെ ഇലകളും പിന്നെ മരമൊക്കെ, അതൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്ത് പൂവും പിന്നെ മുട്ടൊക്കെ ഒന്ന് കൂട്ടിച്ചേർത്തു. പിന്നെ അതൊക്കെ ആരാ ഉണ്ടാക്കിയത്? അള്ളാഹു അല്ല. അതും കൂടി എഴുതാൻ അതും കൂടി എഴുതി. അപ്പൊ ചിന്തിച്ചു ഇതൊക്കെ ഇങ്ങനെ വ്യത്യസ്തമായ കളറുകളിലും ഭംഗിയിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സൃഷ്ടിച്ചത് ആരാന്ന് ഓർത്ത് നോക്കിയില്ലേ? അപ്പോഴെനിക്ക് ദൈവത്തിനെ കുറിച്ച് എഴുതാൻ തോന്നിയത്. അപ്പോൾ ഒരുപാട് ചിന്തിക്കുന്ന ഒരു കവിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ കവിതയ്ക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്തു, എല്ലാവരും കമൻസൊക്കെ അറിയിച്ചപ്പോൾ ആളാകെ ഹാപ്പിയാണ് അല്ലേ? സന്തോഷമായില്ലേ? നല്ല മഴ പെയ്യുന്നുണ്ട്, നല്ല വേനൽ മഴ. കാണണമെങ്കിൽ കണ്ടോളൂ കേട്ടോ അല്ലേ? നല്ല മഴ പെയ്യുന്നുണ്ട്. ഇഷ്ടം മഴയെ കുറിച്ച് പാട്ടടിക്കുന്ന രണ്ടുപേരി പാട്. മഴ 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 പെയ്യുന്നു, പുലയിൻ മുകളിൽ പെയ്യുന്നു, തവളകൾ ചാടി രസിക്കുന്നു, മയിലുകൾ ആടിക്കളിക്കുന്നു. ഈ കവിത എടുത്ത കവിത എൻ്റെ അമ്മ നാളെ ടീച്ചർ ഒരു മഴനെ കുറിച്ച് പാട്ട് പഠിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉമ്മ പറഞ്ഞു ആ പാട്ടാണ്. പിന്നെ ഞങ്ങളത് മാറ്റി. പക്ഷെ ഉമ്മ അത് പഠിപ്പിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ടാണ്. അപ്പോൾ ഞാൻ അത് പഠിച്ചു വെച്ചോണ്ട് ഞാൻ ഇപ്പോൾ പാടി. ഇത് പഠിച്ചു വെച്ചൊരു കവിതയാണ് അല്ലേ അമ്മ പറഞ്ഞത് കവിത? ഓക്കെ. അപ്പോൾ ഈ മഴനെ കുറിച്ച് ഇങ്ങനെ നല്ലൊരു കവിത കേട്ടില്ലേ? നല്ല രസമുള്ള കവിത.